നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ജനുവരി മാസഫലമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം അഗ്നിതത്വത്തിൽ സ്വാധീനിക്കപ്പെട്ടതാണ്. അഗ്നിദേവനാണ് നിങ്ങളുടെ ദേവത. നക്ഷത്രാധിപൻ സൂര്യനാണ്. ഈ ഗ്രഹദേവത ബന്ധം നിങ്ങൾക്ക് ജന്മനാ തീവ്രമായ ലക്ഷ്യബോധവും ശുദ്ധീകരണത്തിനുള്ള കഴിവ്, നേതൃപാടവം, തീക്ഷ്ണമായ ഊർജ്ജം എന്നിവ നൽകുന്നു. നിങ്ങളുടെ ചിഹ്നമായ കോടാലി, അതായത് കത്തി അല്ലെങ്കിൽ ജ്വാല എന്നിവ കർമ്മരംഗത്ത് ലക്ഷ്യങ്ങളെ മുറിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. 2026 തുടക്കത്തിൽ, അതായത് ജനുവരി മാസത്തിൽ, കാർത്തിക നക്ഷത്രക്കാർ തങ്ങളുടെ കരിയറിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഏകാഗ്രത ഈ വർഷം നിർണായക വിജയങ്ങൾക്ക് കാരണമാകും. 2026 ജനുവരി ജ്യോതിഷപരമായ അതീവ പ്രാധാന്യമുള്ള മാസങ്ങളിൽ ഒന്നാണ്. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 14, 15, 17 തീയതി മുതൽ നിങ്ങളുടെ ഫലങ്ങൾ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഗ്രഹ സംയോജനം സംഭവിക്കുന്നു. നിങ്ങളുടെ അധിപനായ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവർ കർമ്മരംഗത്തിന്റെ ശക്തമായ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ ചതുർയോഗം നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് അതിശക്തമായ ഊർജവും ഒരു പുതിയ ദിശാബോധവും നൽകും. ഈ യോഗത്തിൽ ചൊവ്വ അതിന്റെ ശക്തിയുടെ ഉന്നതിയിൽ ഉച്ചനായി മകരൻ രാശിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ നക്ഷത്രാധിപനായ സൂര്യൻ ലക്ഷ്യബോധം നൽകുന്ന ചൊവ്വയുമായി ചേർന്ന് മകരൻ രാശിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഒരു രാജയോഗ തുല്യമായ ഊർജമാണ്. അതേസമയം ശനി മീനൻ രാശിയിൽ സ്ഥിരമായി തുടരുന്ന ദീർഘകാല ശ്രമങ്ങൾക്കും ഘടനാപരമായ ഫലം ലഭിക്കാൻ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ഈ ഗ്രഹപരമായ സജ്ജീകരണം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നാണ് വിശകലനം ചെയ്യേണ്ടത്. സൂര്യൻ ഉച്ചനായ ചൊവ്വയുമായി കൂടിച്ചേരുന്നത് തൊഴിൽ രംഗത്ത് ശക്തമായ മുന്നേറ്റം നൽകും. ഈ ഊർജ്ജം നിങ്ങളുടെ പ്രൊമോഷനുകളോ വിദഗ്ധ മേഖലകളിലെ അംഗീകാരത്തിലേക്ക് എത്തിക്കാം. എന്നാൽ ഈ സംയോജനത്തിന്റെ തീവ്രത അഥവാ അമിതമായ ആത്മവിശ്വാസം കാരണം മേലധികാരികളുടെ അഭിപ്രായം പ്രതീക്ഷിക്കണം. നിങ്ങളുടെ വിജയക്കൊതിയും ലക്ഷ്യത്തിലെത്താനുള്ള ധൃതിയും സഹപ്രവർത്തകരുമായോ ഉയർന്ന ഉദ്യോഗസ്ഥരുമായോ ഉള്ള ബന്ധത്തിൽ ഉരസലുകൾക്കും കാരണമാകും. ഈ സമയത്തെ കരിയർ വിജയങ്ങൾക്ക് നിങ്ങൾ സ്വന്തം പ്രവൃത്തിയിലുള്ള വിവേകത്തെ ആശ്രയിച്ചിരിക്കും. വിജയം ഉറപ്പിക്കണമെങ്കിലും അതിലൂടെ ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയും ആവശ്യമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2020 ജനുവരി പൂർണ്ണമായും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമാണ്. ഉച്ചനായ ചൊവ്വയുടെ ശക്തമായ പിന്തുണയോടെ പുതിയ ഉത്തരവാദിത്തങ്ങളും നേതൃപരമായ റോളുകളും തേടിവരും. ജനുവരിയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പ്രൊമോഷനുകൾക്കും കരിയർ വളർച്ചയ്ക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. ലക്ഷ്യങ്ങൾ നേടാനും കഴിവുകൾ വർദ്ധിപ്പിക്കാനും സഹായമായ ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്തെ ഗ്രഹബലം കാരണം വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ അഭിലാഷമുള്ളവരായിരിക്കും. ആത്മവിശ്വാസമുള്ളവരും ലക്ഷ്യത്തിൽ ഉറച്ചവരുമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രകടമാകാനും അംഗീകാരം നേടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നേറ്റം തീർച്ചയായും സഹപ്രവർത്തകർ ചില അസൂയൊക്കെ സൃഷ്ടിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ മുന്നേറ്റത്തിന്റെ ഫലമായി ശത്രുക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യ മാസങ്ങളിൽ സാമ്പത്തികമായി കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ശനിയുടെ മീനൻ രാശിയിലെ സ്ഥിതി ദീർഘകാല നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കുന്നു. വ്യാഴത്തിന്റെ ഘടനാപരമായ സ്വാധീനവും കാരണം മുൻപ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം ജനുവരിയിൽ മൂർത്തമായ രൂപത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. ജനുവരിയിൽ ശുക്രനും ബുധനും മകരൻ രാശിയിൽ കൂടിച്ചേരുമ്പോൾ പണമിടപാടുകളിൽ ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്കായി അനാവശ്യമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ശുക്രൻ ധനകാര്യത്തിൽ വൈകാരികമായ അസ്ഥിരത വരുത്താനും ഇടയുണ്ടാവും. ജനുവരിയിൽ തീവ്രമായ കരിയർ ഊർജ്ജം പെട്ടെന്നുള്ള ധനലാഭം നൽകും. ഈ ലാഭം അമിതമായി ചെലവഴിക്കുന്നതിന് പകരം ശനിയുടെ പിന്തുണയോടെ ദീർഘകാല സ്ഥിരതയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. ശക്തമായ പഞ്ചഗ്രഹ യോഗത്തിന്റെ സ്വാധീനം വ്യക്തിഗത ബന്ധങ്ങളിലും പ്രതിഫലിക്കും. സൂര്യൻ, ചൊവ്വ എന്നിവയുടെ സംയോജനം കാരണം മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ദേഷ്യം, ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ വൈകാരികമായ അസ്ഥിരത എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ടാകും. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം പങ്കാളിയുമായ ആശയവിനിമയത്തിലെ പിഴവുകൾക്ക് കാരണമാകും. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് കരിയർ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുന്ന കർശനമായ കാഴ്ചപ്പാടുകൾ കുടുംബ ബന്ധങ്ങളിൽ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾക്കിടയിൽ ഈ മാസം വൈകാരിക ബാലൻസ് അത്യാവശ്യമാണ്. എന്നിരുന്നാലും മൊത്തത്തിൽ ഈ സമയത്ത് ബന്ധങ്ങൾ അനുകൂലമായി കാണുന്നു. ജനുവരിയിൽ നിങ്ങളുടെ ഊർജ്ജം വളരെ ഉയർന്നതായിരിക്കും. എന്നാൽ അതീവ തീവ്രമായ ഊർജ്ജം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഗ്നിതത്വം ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. ഇത് രക്തസമ്മർദ്ദം, അസിഡിറ്റി, കോപം എന്നിവ വർദ്ധിപ്പിക്കും. വാർഷിക വിശകലനം അനുസരിച്ച് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ മാനസിക സമ്മർദ്ദവും മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനും ഇടയുണ്ട്. അമിത ചിന്തകൾ മാനസിക സ്വാധീനം നശിപ്പിച്ചേക്കാം. മനസ്സിന് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യം നിലനിർത്താൻ ക്രമമായ ദിനചര്യ
സമീകൃത ആഹാരം, യോഗ എന്നിവ അത്യാവശ്യമാണ്. കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകണം. ഇവർക്ക് മലേറിയ, അപസ്മാരം, പനി, മസ്തിഷ്ക ജ്വരം, മന്ത് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പതിവായ ദിനചര്യ, സമീകൃത ആഹാരം, വിശ്രമത്തിന് ആവശ്യമായ സമയം എന്നിവയിലൂടെ ഈ ഉയർന്ന ഊർജത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ സാധിക്കും. പതിവായി അഗ്നിയെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ലളിതമായ ഹോമം നടത്തുകയോ ചെയ്യണം. ഓം അഗ്നയേ നമഃ എന്ന മന്ത്രം ശുദ്ധീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പതിവായി ജപിക്കുന്നത് നല്ലതാണ്. നക്ഷത്ര ദേവതയെ ആരാധിക്കുമ്പോൾ വെളുത്ത ചന്ദനം, സുഗന്ധദ്രവ്യങ്ങൾ, മുല്ലപ്പൂക്കൾ എന്നിവ ചേർത്ത് ഹോമം നടത്തുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ നക്ഷത്രത്തിന് സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ ചെമ്പ് പാത്രത്തിൽ നിന്ന് സൂര്യന് ജലം അർപ്പിക്കുക. ഓം സൂര്യായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വിജയത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ്. സൂര്യന്റെ അനുഗ്രഹം നേടുന്നതിനായി ആദിത്യ ഹൃദയ സ്തോത്രം ദിനവും പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ ചൊല്ലുന്നത് ആരോഗ്യം, ആത്മവിശ്വാസം, തൊഴിൽ, വിജയം എന്നിവയ്ക്ക് ഉത്തമമാണ്.